ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓണത്തെ പറ്റിയുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ടും ലോങ് വീഡിയോയും ചാനലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഓണത്തെ പറ്റിയുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ. നിഷ്കളങ്കതയുടെ പ്രതീകമെന്ന് കരുതപ്പെടുന്ന പൂക്കളത്തിലെ പ്രധാന പൂവ് ഏതാണ്? നിഷ്കളങ്കയുടെ പ്രതീകമെന്ന് കണക്കുന്ന പൂവ് തുമ്പപ്പൂവാണ്. തുമ്പപ്പൂവ്. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്ന പൂവ് എന്ന് ചോദിച്ചാൽ മുക്കുറ്റിപ്പൂവാണ്. അപ്പോൾ ഐശ്വര്യത്തിൻ്റെ പ്രതീകം മുക്കുറ്റിപ്പൂവാണ്. മുക്കുറ്റിപ്പൂവ്. AD 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പെരിയോരുടെ ഏത് കൃതിയിലാണ് ഓണത്തെപ്പറ്റി പരാമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ പെരിയോരുടെ പല്ലാണ്ട് എന്ന് പറയുന്ന കൃതിയിലാണ് ഓണത്തെപ്പറ്റി പരാമർശിക്കുന്നത്. പല്ലാണ്ട്. തൃക്കാക്കരയപ്പനോടൊപ്പം പൂക്കളത്തിൽ ശിവസങ്കല്പത്തിൽ വയ്ക്കുന്ന മണ്ണുരുള എന്താണെന്ന് ചോദിച്ചാൽ അത് മാദേവറാണ്. മാദേവർ. വാമനമൂർത്തിയെ തൃക്കാക്കരയിൽ പ്രതിഷ്ഠിച്ചത് ആരെന്ന് ചോദിച്ചാൽ പരശുരാമനാണ്. വാമനമൂർത്തിയെ തൃക്കാക്കരയിൽ പ്രതിഷ്ഠിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് പരശുരാമനാണ്. പരശുരാമൻ. ആറാം ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ആറാം ഓണം അറിയപ്പെടുന്നത് കാടി ഓണം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആറാം ഓണമാണ് കാടി ഓണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരുടെ പുത്രനാണ് മഹാബലി എന്ന് ചോദിച്ചാൽ വീരോചനൻ്റെ പുത്രനാണ് മഹാബലി. അപ്പോൾ മഹാബലിയുടെ പിതാവിൻ്റെ പേരാണ് വീരോചനൻ. അസുര രാജാവാണ് മഹാബലി. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്. ഓണത്തെപ്പറ്റി പരാമർശമുള്ള വേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഋഗ്വേദമാണ്. ഋഗ്വേദം. ഓണത്തെപ്പറ്റി പരാമർശമുള്ള വേദം ഋഗ്വേദം. ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിതുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിതുള്ളലിന് പ്രശസ്തമായ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. കൊല്ലം. വാമനപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയാണ്. വാമനപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം തൃക്കാക്കര. വാമനൻ്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥം വരുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതും തൃക്കാക്കരയാണ്. തൃക്കാക്കരയായിട്ട് മാറിയത്. വാമനൻ്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥം വരുന്ന സ്ഥലം തൃക്കാക്കരയാണ്. തൃക്കാക്കരയായി മാറി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.